പാറ്റാ വിപ്ലവം. വെബ്സൈറ്റും സമൂഹ മാധ്യമ അക്കൗണ്ടും മരവിപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി സോഷ്യൽ മീഡിയ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദിപ്കെ രംഗത്ത് വന്നു. പോരാട്ടത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അഭിജിത്ത് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CJP പിന്തുണച്ച് രംഗത്ത് വന്നു എന്നതും കൗതുകകരമായി. BJP കോക്രോച്ച് പാർട്ടിയെ പേടിക്കുന്നത് എന്തിനാണെന്നാണ് പിണറായി ചോദിച്ചത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് BJP പറയുന്നത്. എന്തായാലും അസിതയ്ക്ക് എന്താ തോന്നുന്നു? അസിതയാണല്ലോ ഇതിനകത്ത് യങ്ങസ്റ്റ്, അങ്ങനെ പറയാമോ? എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ മൗനത്തിൽ സാറിന് അതല്ല, എനിക്കത് നിങ്ങൾ ചിലപ്പോൾ തർക്കിച്ച് കളയും. കാശ്മീർ എന്നെ ഒരു നോട്ടം നോക്കി, അതുകൊണ്ടാണ്. അപ്പം അസിത, ഈ കോക്രോച്ച് ഇപ്പോൾ ഈ അധികാര ശ്രേണിയിൽ തുടർച്ചയായിരിക്കുന്ന ആളുകൾക്കെതിരെ അവർക്കെതിരെ പല വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഇത് ഉണ്ടാകാൻ ഇടയുള്ള ഇത് രൂപപ്പെട്ടെന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, ഞാൻ ഡീറ്റെയിൽഡ് ആയി അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയും നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരാണ്. പക്ഷേ ഇവർ മുന്നോട്ട് വെക്കുന്ന ഇവരുടെ ഐഡിയോളജി ഭരിക്കുന്ന സർക്കാരിനെതിരാണോ അതോ സംഘപരിവാർ എന്ന് പറയുന്ന ആശയത്തിനെതിരാണോ എന്നതിൽ ഇപ്പോഴും എനിക്ക് ആ വിഷയത്തിൽ ക്ലാരിറ്റി കുറവുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അതിൽ നീറ്റിന്റെ ഉണ്ടായ ക്രമക്കേട്, അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നീട് നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ അധികാര ശ്രേണിയിൽ ഇരുന്ന ആളുകൾക്ക് പിന്നീട് ചില നിയമനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ സാധാരണ നിലയിൽ നമ്മൾ ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവർ ഉയർത്തുന്നത് എന്നതിൽ തർക്കമില്ല. നിലവിൽ അത് ഒരു ജെൻസി വിപ്ലവം അല്ലെങ്കിൽ ജെൻസി മൂവ്മെന്റ് എന്നൊക്കെയുള്ള നിലയിലാണ് ആഘോഷിക്കപ്പെടുന്നതെങ്കിലും അതിലപ്പുറത്തേക്ക് അതിന് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്നതിലും സംശയമില്ല. എന്തായാലും ഇപ്പോൾ BJP അതിനെ അവരുടെ വലിയ ഭീഷണിയായി, BJPക്കെതിരെയുള്ള ഭീഷണിയായി കാണുന്നുണ്ട്. ഒരുപക്ഷെ പേര് പോലും കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ അവർ നിലവിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെതിരായതുകൊണ്ട് തന്നെയായിരിക്കണം BJP. പിന്നെ BJPയുടെ ഒരു നില നമുക്കറിയാം, എല്ലാ കാലവും ഇങ്ങനെ അവർക്കെതിരെ വരുന്ന മൂവ്മെന്റുകളൊക്കെ ഭയത്തോടുകൂടി തന്നെ സമീപിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് ഈ വിലക്കൽ പോലെ അല്ലെങ്കിൽ ഏത് നിലയിലെ ഇടപെടൽ നടത്താമോ അതിനൊക്കെ അവർ നടത്തുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് പിന്തുണച്ച് രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനൊരു പൊളിറ്റിക്കൽ പിന്തുണ എന്നതിലുപരി ഈ മൂവ്മെന്റിനോടുള്ള ഒരു പിന്തുണ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. മാത്രമല്ല ഇവർ വിമർശിക്കുന്നത് BJP ആണല്ലോ, കേന്ദ്ര സർക്കാരിനെയാണല്ലോ. പക്ഷെ പിന്നീട് ഇതൊരു രാഷ്ട്രീയ രൂപത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് BJPക്ക് മാത്രമല്ല എല്ലാ നിലയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇവർ ആ നിലയിൽ ഒരു രാഷ്ട്രീയമായി ത്രട്ട് തന്നെ ഉയർത്തും എന്നതിൽ തർക്കവും. എന്തായാലും ഇവരുടെ ഐഡിയോളജി സംബന്ധിച്ച് എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.